പ്യൂട്രിഫിക്കേഷൻ, ഡീജനറേഷൻ, ഡീക്കേയിങ്, ഇത്തരം ഒരു ഘട്ടം നമ്മളിൽ ഓരോരുത്തരിലും 40 വയസ്സ് കഴിയുമ്പോഴും 50 വയസ്സ് കഴിയുമ്പോഴും 60 വയസ്സ് കഴിയുമ്പോഴും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും നമ്മുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കുറെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു 40 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിലെ വാതദോഷം വർദ്ധിക്കുന്നത് വഴി ഈ ഡീക്കേയിങ്, പ്യൂട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീജനറേഷൻ എന്നൊക്കെ പറയുന്ന ഈ പ്രക്രിയയുടെ വേഗം കൂടും, ശക്തി കൂടും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ചർമ്മത്തിന് ചുളിവുകൾ വീഴുന്നത്. അതുപോലെ നമ്മുടെ നടത്തമൊക്കെ അല്പം സ്ലോ ആവുന്നു. ഇത് ചർമ്മത്തിന് ചുളിവ് വീഴലും നടത്തത്തിലും മാത്രമല്ല, നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും ഇത് ബാധിക്കുന്നുണ്ട്. സ്കെലിറ്റൽ സിസ്റ്റം, അതായത് അസ്ഥി ശൃംഖല, അതുപോലെ ന്യൂറോളജി, നമ്മുടെ നാഡീഞരമ്പുകൾ, തലച്ചോറ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യൂഹം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ നമ്മുടെ ചർമ്മം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതിന്റെ എല്ലാം പ്രവർത്തനത്തെ ഈ വാദം വർദ്ധിക്കുമ്പോൾ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു 40 വയസ്സിന് ശേഷം വാദകാലമാണെന്ന് പറയാം. അതായത് വാദദോഷമായിരിക്കും കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് അസ്ഥികളെയും നാഡികളെയും അതുപോലെ ചർമ്മത്തെയുമാണ്. ഇത് നാച്ചുറലി സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കൃത്യമായ വ്യക്തമായ ധാരണയോടുകൂടെ ശരീരത്തിൽ വാദം വർദ്ധിക്കുന്നതായ സംഗതികളൊക്കെ ഒഴിവാക്കുക. ആ വാദത്തിനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഏജിംഗ് ഫാക്ടർ കൺട്രോൾ ചെയ്യുന്നതിന് സാധിക്കും. അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിൽ വാദം വർദ്ധിക്കുമ്പോൾ സന്ധികളിലൊക്കെ വേദനകൾ അനുഭവപ്പെടുന്നു. അതുപോലെ ക്രാക്ലിംഗ് നോയ്സ്, മടക്കും നീർത്തുമൊക്കെ ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കുന്നു, പൊട്ടുന്ന പോലെ ശബ്ദം കേൾക്കുന്നു, എല്ലുകൾ കൂട്ടി ഞരങ്ങുന്ന പോലത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇനി തൊലിപ്പുറമേയൊക്കെ ഡ്രൈനെസ് ഉണ്ടാകുന്നു, നമ്മളിങ്ങനെ വരച്ചാൽ പാടുകൾ ഉണ്ടാകുന്നു. അതുപോലെ തരിപ്പ് അനുഭവപ്പെടുന്നു, ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നു, ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നു, മലശോധന തടസ്സപ്പെടുന്നു, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ബ്ലോട്ടിംഗ്, ഗ്യാസ് ട്രബിൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നു, ചർമ്മത്തിന് ചുളിവുകൾ വീഴുന്നു, കാഴ്ചശക്തി മങ്ങുന്നു, കേൾവിശക്തി കുറയുന്നു, രുചി അറിയാതെ വരുന്നു, സ്പർശനശക്തി കുറയുന്നു. ഇതെല്ലാം ഈ വാദത്തിന്റെ ധർമ്മമാണ്. വാദദോഷം ശരിയാവണ്ണം പ്രവർത്തിക്കുമ്പോൾ കൃത്യമായിട്ട് നടക്കേണ്ട പ്രവൃത്തികളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പൊ ശരീരത്തിൽ വാദം വർദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് ശേഷം വാദകാലമായതുകൊണ്ട് ശരീരത്തിൽ ഇത്തരം മാറ്റങ്ങൾ സംജാതമാകുന്നു. ഇത് ഒരു പ്രകൃതി തത്വമാണ്. ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വാദത്തെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇനി പറയുന്ന സംഗതികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൺട്രോൾ ചെയ്യുന്നതിനും ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളെ കൂടുതലായിട്ട് ബാധിക്കാതിരിക്കുന്നതിനും സാധിച്ചേക്കാം. ഈ 40 വയസ്സിന് ശേഷം വാദകാലമായതുകൊണ്ട് വാദം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് തണുപ്പ് തട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് തറയിലേക്ക് കിടക്കൂ, തണുത്ത വെള്ളത്തിലേക്ക് കുളിക്കൂ, തണുത്തതേ കുടിക്കൂ, വാദം വർദ്ധിപ്പിക്കുന്നതായ കപ്പലണ്ടിയും കിഴങ്ങുവർഗ്ഗങ്ങളും മാത്രമേ കഴിക്കൂ. അതൊക്കെയാണ് എനിക്ക് ഫേവറേറ്റ്സ്. അത് ഒഴിവാക്കാൻ പറ്റില്ല ഡോക്ടറെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതൊക്കെ ശരീരത്തിൽ വാദം വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ്. തണുപ്പ് തട്ടുമ്പോൾ വാദം വർദ്ധിക്കുന്നുണ്ട്, ഉറക്കളയ്ക്കുമ്പോൾ വാദം വർദ്ധിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ആകുലതകളും ആകാംക്ഷകളും വർദ്ധിക്കുമ്പോഴും വാദം വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ കൃത്യമായിട്ട് മലവിസർജനം നടത്താതിരിക്കുക, തറയിലേക്ക് കിടക്കൂ, തണുപ്പ് തട്ടും, മഴച്ചാറിൽ കൊള്ളും, മഴക്കാറ് കൊള്ളും, രാത്രികാലങ്ങളിൽ വളരെയധികം നേരം ഉറക്കുളയ്ക്കും. ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യും. ഈ വാദവൃദ്ധി കൂടുതലായിട്ട് നിങ്ങളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന്റെ പരിണത ഫലമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എല്ല് തേയ്മാനം സംഭവിക്കുന്നു. എക്സ്റേയിലും MRIയിലും ഒക്കെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എല്ല് തേയ്മാനം, അതുപോലെ തന്നെ സന്ധികൾ തോറും ഉണ്ടാകുന്ന വേദന, കൈകാൽ തരിപ്പ്, കഴപ്പ്, വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞിരിക്കും, കാൽസ്യം കുറഞ്ഞിരിക്കും, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാം, ബോൺ ഡെൻസിറ്റി കുറഞ്ഞിരിക്കാം. ഇതിനോടനുബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് മെനപ്പോസൽ ഫേസിലേക്ക് കടക്കുമ്പോൾ, അതായത് ആർത്തവ ചക്രം നിലയ്ക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ ഫലമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ നിങ്ങളെ പീഡിപ്പിച്ചേക്കാം, ബുദ്ധിമുട്ടിച്ചേക്കാം. ആയതിനാല് വാദം വർദ്ധിപ്പിക്കുന്ന സംഗതികൾ ഒഴിവാക്കണം നടത്താം. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് രാത്രി കാലങ്ങളിൽ ഒരു 8 മണിക്കൂർ ഉറങ്ങുന്നത് ശീലമാക്കുക. രാത്രിയിൽ ഒരു 10 മണിക്ക് കിടക്കുന്നു, രാവിലെ ഒരു 6-6:30 മണിക്ക് എഴുന്നേക്കുന്നു. ഇത് ശീലമാക്കുക. അതുപോലെ തണുപ്പ് തട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുളിക്കാൻ, കുടിക്കാൻ, ഭക്ഷണം എല്ലാം ചൂടോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീടിനകത്തൊക്കെ ചപ്പൽ ഉപയോഗിക്കുക. ഉളൻ, കമ്പിളി, ഇത്തരം വസ്ത്രങ്ങളും പുതപ്പും ഒക്കെ ശീലിക്കുക. ഫാനിന്റെ കാറ്റ് നേരെ അടിക്കാത്ത രീതിയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. AC ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. AC ഒക്കെ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കുളിക്കാനൊക്കെ വാദം നിയന്ത്രിക്കുന്നതിന് സഹായകരമായ ഔഷധ സസ്യങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കാനായിട്ട് എടുക്കുക. അതുപോലെ തന്നെ കുടിക്കുന്നതിനുള്ള വെള്ളവും വാദത്തെ ശമിപ്പിക്കുന്നതായ ഔഷധ സസ്യങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ എടുക്കുക. ഉദാഹരണത്തിന് നമുക്ക് ചുക്കുവെള്ളമൊക്കെ കുടിക്കാം, ജീരകവെള്ളം കുടിക്കാം. ഇതൊക്കെ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും വാദത്തെ നിയന്ത്രിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതുപോലെ കുളിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ പറയാറുള്ള പോലെ വാദം കൊല്ലിയിട്ട് തിളപ്പിച്ച വെള്ളമോ, കരിനൂച്ചിയിട്ട് തിളപ്പിച്ച വെള്ളമോ, പഴുത്ത പ്ലാവലിയിട്ട് തിളപ്പിച്ചതോ, പേരയില ചേർത്തിട്ട് വെന്ത വെള്ളമോ ഒക്കെ കുളിക്കാനായിട്ട് എടുക്കാം. അങ്ങനെ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ശീലമാക്കണം. കുടിക്കാനൊക്കെ ചൂടുള്ള വെള്ളം തന്നെ വേണം. എല്ലാം ചൂടോടെ, ഉഷ്ണോപചാരമായിരിക്കും അനുയോജ്യം. അതുപോലെ നിത്യേന ശരീരത്തിൽ തൈലം തേച്ച് കുളിക്കുന്നത് ശീലമാക്കുക. അത് ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന രൂക്ഷത നിയന്ത്രിക്കുന്നതിനും വാദദോഷത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും അതുവഴി ഈ ഓസ്റ്റിയോപോറോസിസും എല്ല് തേയ്മാനവും സന്ധികൾ തോറുള്ള വേദനയും ചർമ്മത്തിന് ചുളിവ് വീഴുന്നതും ഒക്കെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും. ശരീരത്തിൽ സ്നിഗ്ധാംശം വരുമ്പോൾ നമ്മൾ ഈ ഓയിൽ അപ്ലിക്കേഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിലുള്ള 108 മർമ്മങ്ങളിലൂടെ ഈ എണ്ണയുടെ അംശം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ആ സ്നിഗ്ധത ശരീരത്തിൽ കിട്ടുമ്പോൾ ഈ രൂക്ഷത കുറഞ്ഞു വരുന്നു. അതുവഴി വാദദോഷത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. തൽഫലമായിട്ട് ഇത്തരം വേദനകളും എല്ല് തേയ്മാനവും തരിപ്പും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകമാകുന്നു. ഇനി ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭൂമിക്കടിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ശരീരത്തിൽ വാദം വർദ്ധിപ്പിക്കും. അതുകൊണ്ടാണ്
നിങ്ങൾക്ക് പലർക്കും ഉരുളക്കിഴങ്ങും കൂർക്കയും കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിളും ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്യാരറ്റ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടാവില്ല. അതുപോലെ പരിപ്പ് പയർ വർഗ്ഗങ്ങളിൽ നിന്ന് ഗ്രീൻ പീസ് ഇത്തരം സംഗതികളൊക്കെ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നുണ്ടവരായിരിക്കാം. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. ഓരോരുത്തരുടെയും ദഹനേന്ദ്രിയ വ്യൂഹം, ശരീരപ്രകൃതി എല്ലാം വ്യത്യസ്തമായിരിക്കുന്നുണ്ട്. ഏതേത് ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നത് അത്തരം സംഗതികൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വളരെയധികം വാദം വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ് കപ്പലണ്ടി, നിലക്കടല, പീനട്ട് എന്നൊക്കെ വിളിക്കില്ലേ. ഇത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം. ഇത് വാദം വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് എല്ലാ രീതിയിലും നമ്മുടെ കോശത്തിൽ ഓരോ കോശങ്ങളിലുള്ള ആ എണ്ണയുടെ അംശം ഇല്ലാതാക്കുന്നു. ശരീരത്തിൽ രൂക്ഷത കൂടി വരുന്നു. എല്ല് തേയ്മാനവും നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തെയും എല്ലാം മന്ദഗതിയിലാക്കുന്നു. അതുവഴി ഈ തരിപ്പ്, തൊട്ടാലറിയായക, ചർമ്മത്തിന് ചുളിവ് വരുന്നു, ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നു, ഉറക്കം കുറയുന്നു. അതൊക്കെ തന്നെ വീണ്ടും വാദത്തെ വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുന്നു. അതുവഴി പലതരത്തിലുള്ള രോഗാതുരതകൾ നിങ്ങളെ ബാധിക്കാൻ ഇടവരുന്നു. ഈ പ്രായത്തില് 40 50 കഴിയുമ്പോൾ ദഹനശക്തി കുറയും എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഹെവി ആയിട്ടുള്ള ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ ഒഴിവാക്കേണ്ടതാണ്. എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ ശീലമാക്കുക. ഇഡ്ഡലി, വെള്ളയപ്പം, നൂലപ്പം, ഇടിയപ്പം ഇത്തരം സംഗതികളൊക്കെ രാവിലെ കഴിക്കാം. അതല്ലെങ്കിൽ ഓട്സ് കഞ്ഞി കഴിക്കാം, പൊടിയരി കഞ്ഞി കഴിക്കാം. ഉച്ചയ്ക്ക് ചോറും രസവും കാച്ചിയ മോരും, ഇനി നോൺ വെജ് നിർബന്ധമുള്ളവരാണെങ്കിൽ അല്പം ഫിഷ് കറി ഒക്കെ ശീലിക്കാവുന്നതാണ്. രാത്രി കാലങ്ങളിൽ അധികവും ബോയിൽഡ് വെജിറ്റബിൾസോ പഴങ്ങളോ വെജിറ്റബിൾ സൂപ്പോ ഒക്കെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം രാത്രികാലം 40 വയസ്സിന് ശേഷം വാദം വർദ്ധിക്കുന്നു പറഞ്ഞ പോലെ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം ശരീരത്തിൽ വാദം വർദ്ധിക്കുന്നതാണ്. അപ്പോൾ വാദം വർദ്ധിക്കുമ്പോൾ ദഹനശക്തി കുറയും എന്നുള്ളതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ആയിട്ടുള്ള ലഘുഭക്ഷണം വളരെ നേരത്തെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇത്തരക്കാർക്ക് നമുക്ക് പ്രായാധിക്യം കൊണ്ട് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, മലശോധനയൊക്കെ കൃത്യമായിട്ട് നടക്കാതെ വരുന്നു. ആയതിനാൽ ദിവസേന നടത്തം ശീലമാക്കുക. വീട്ടിനകത്തൊക്കെ നടക്കുന്നത് ശീലമാക്കുക. ഈ നിത്യേന തൈലമൊക്കെ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് പാദത്തിലൊക്കെ തൈലത്തിന്റെ അംശം ഉണ്ടാവും. ബാത്റൂമുകളിലോ തെന്നി വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ വീടിനകത്തും നടക്കുമ്പോൾ വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിത്യേന നടന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. ഉറക്കളപ്പ് തീർച്ചയായിട്ടും വാദം വർദ്ധിപ്പിക്കുന്നതാണ്. അനാവശ്യ ചിന്തകളും ആകുലതകളും വ്യാകുലതകളും മറക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ പ്ലസന്റ് ആയിട്ട് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടെ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പാട്ട് കേൾക്കുന്നതോ സന്തോഷകരമായ സൗഹൃദങ്ങളോ എല്ലാം ആകാവുന്നതാണ്. അമിതമായിട്ടുള്ള പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ റൈസ്, അരി ആഹാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ അമിത ശരീരഭാരം ഉള്ളവരും അരിയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നന്നായിരിക്കും. പകരം ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ ഓട്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ മില്ലറ്റ്സ് കഴിക്കാം. ഈ പ്രായത്തിൽ ദഹനം കുറയും എന്നുള്ളതുകൊണ്ട് പൊറോട്ടയും ഫ്രൈഡ് റൈസും റവ ഉപ്മാവും അട, പുട്ട്, കൊഴുക്കട്ട, നാളികേരം ഇങ്ങനെ നേരെ ഇട്ടിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എളുപ്പം ദഹിക്കുന്ന നന്നായി പാചകം ചെയ്ത ആഹാരങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കൈകാലുകളിലൊക്കെ വേദനയും തരിപ്പും സന്ധികൾ തോറും ഉണ്ടാവുന്ന വേദനയും തരിപ്പും ഒക്കെ കാരണം ഈ വാദം വർദ്ധിക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അന്തരീക്ഷം തണുക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആയതിനാല് തറയിലൊക്കെ കിടക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. തീർച്ചയായിട്ടും പ്രായമുള്ളവരാണെങ്കിൽ തറയിലൊക്കെ കിടന്ന് തണുപ്പടിച്ചാല് വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ബാധിക്കാനായിട്ട് ഇടവരും. പാരലിറ്റിക്കൽ സ്ട്രോക്ക് പോലെ സൈഡ് തളരുക, ഇത്തരം പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. പാട്ട് കേൾക്കുന്നതോ പ്രാർത്ഥനകളോ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹാസ്യ സിനിമകളോ ഒക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിന് ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും നൽകുന്ന ചിന്തകളും ഒഴിവാക്കുക. എല്ലാത്തിനും ഒരു സമയനിഷ്ഠ പാലിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. സമയത്ത് ഉറങ്ങുക, സമയത്ത് ഉണരുക, 3 നേരങ്ങളിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക. നന്നായിട്ട് ചവച്ചരച്ച് സാവകാശത്തിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടോടെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിന്നറൊക്കെ വളരെ നേരത്തെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങാതെ വീട്ടിനകത്ത് പതുക്കെ നടന്നുകൊണ്ടിരിക്കുക, ഉലാത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് ജ്ഞാനേന്ദ്രിയത്തിന്റെയും നാഡീവ്യവസ്ഥതയുടെയും ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെയും സന്ധികളുടെയും പ്രവർത്തനം നിലനിർത്തി കൊണ്ടുപോരുന്നതിന് സഹായകരമാകുന്നുണ്ട് ഈ നടത്തം. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം ഇത്തരം സംഗതികൾക്കും സമയം കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ശരീരത്തിൽ വാദം വർദ്ധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്പോണ്ടിലൈറ്റിസ്, ബാക്ക് പെയിൻ, ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ, പാരലിറ്റിക്കൽ സ്ട്രോക്ക്, ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ്, പാർക്കിൻസൺ, അൽഷിമേഴ്സ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഇത്തരം രോഗാവസ്ഥകൾ പിടിപെടുന്നത്. അപ്പൊ ആയതിനാൽ ഇതിന്റെ എല്ലാം റൂട്ട് കോസ് വാദം വർദ്ധിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് വാദം വർദ്ധിപ്പിക്കുന്നതായ എല്ലാ ചിട്ടകളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം നിങ്ങളുടെ ശരീരത്തിനും രോഗാവസ്ഥകൾക്കും അനുയോജ്യമായ ഔഷധങ്ങളും പുറമെ പുരട്ടി കുളിക്കുന്നതിനുള്ള തൈലങ്ങളും നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് വേണ്ടതായ ഭക്ഷണ രീതികളും ചിട്ടപ്പെടുത്തുന്നത് നന്നായിരിക്കും. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.